എവരിവൺ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇങ്ങനെ ഓൺ ദ വേ ആണ്. നമ്മളിവിടെ ഒരു ഫ്ലവർ ഫാം ഉണ്ട്, അവിടെ പോവാണ്. മാർച്ച് 10 വരെ ഉള്ളൂ അതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ പോവാന്ന് വിചാരിച്ചു. കാരണം നമ്മൾ കുറേ ദിവസമായി പോകണമെന്ന് വിചാരിക്കണം. കാരണം ഇവിടെ തണുപ്പ് കാലമൊക്കെ തീർന്നു തുടങ്ങിയല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അധികം ഫാമൊന്നും അത്ര ആക്റ്റീവ് ഒന്നും ആവില്ല. അപ്പോൾ പിന്നെ റമദാൻ ആയതുകൊണ്ട് തന്നെ വർക്കിംഗ് അവേഴ്സ് കുറവാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രീ ടൈമും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് നമ്മളിങ്ങനെ എന്നും എങ്ങോട്ടെങ്കിലുമൊക്കെ ഇറങ്ങും. ഇപ്പോൾ ഇൻട്രോ പറയാൻ ഞാൻ മാത്രമല്ല കേട്ടോ, ഇവിടെ എല്ലാവരും ഉണ്ട്. ആശി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേറെ ആൾ നല്ല ഉറക്കാണ്. അപ്പോൾ നമുക്കിങ്ങനെ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ, നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് കുറച്ച് പേരുടെ ഡൗട്ടൊക്കെ ഒന്ന് ആദ്യം ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം കുറച്ച് പേര് എന്നോട് ഇങ്ങനെ കുറച്ച് പേരൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കണുണ്ടേ, ലാമി എൻ്റെ സ്വന്തം അനിയത്തിയാണോ, അങ്ങനെയൊക്കെ കുറച്ച് പേര് ചോദിക്കണുണ്ട്. നമ്മുടെ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് ചിലപ്പോൾ അറിയുണ്ടാവും, പിന്നെ പുതുതായിട്ട് കാണുന്നവർക്കായിരിക്കും ചിലപ്പോൾ അറിയാത്തത്. അതുകൊണ്ടായിരിക്കും ചോദിക്കണേ. മാത്രമല്ല കേട്ടോ, എൻ്റെ കുറേ ഫ്രണ്ട്സുകൾ തന്നെ പണ്ടൊക്കെ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഇപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവരും ചോദിക്കാറുണ്ട് കേട്ടോ, നിൻ്റെ അനിയത്തി തന്നെയാണോ എന്നൊക്കെ. പണ്ട് കണ്ടവർക്ക് ഇപ്പോൾ കുറച്ച് മാറ്റമൊക്കെ വന്നതുകൊണ്ട് അങ്ങനെ മനസ്സിലാവണില്ല. ലാമിൻ്റെ സ്വന്തം അനിയത്തിയാണ് അല്ലേ? അതെ, ലാമി സ്വന്തം അനിയത്തിയാണ്. ഞങ്ങൾ 4 പെൺമക്കളാണ്. ഞാനാണ് വലുത്, ലാമി രണ്ടാമത്തത്, പിന്നെ സുട്ടു ലച്ചു. പിന്നെ 4 പേരാണ് കേട്ടോ അൽഹംദുലില്ലാ ഞങ്ങളുള്ളത്. അപ്പോൾ സ്വന്തം അനിയത്തി തന്നെയാണ്. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട്, പിന്നെ കുറച്ച് മുന്നേ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം അധികം അങ്ങനെ ആരും ചോദിക്കണില്ല. ആഷിക്ക് തന്നെയാണോ ഹസ്ബൻഡിന്റെ പേര് എന്നുള്ളത്. ഇതിന്റെ പേര് സമാൻ ഹാഷിം എന്നാണ്. മറ്റേ ലാമിന്റെ ഹസ്ബൻഡിന്റെ പേര് പിന്നെ അറിയുണ്ടാവും, മുഹമ്മദ് ആഷിഖ് എന്നാണ്. പിന്നെ ആഷിനെ എല്ലാവരും വിളിക്കണ പേര് ആഷി എന്നാണ്. പക്ഷെ സമാനെ എല്ലാവരും വിളിക്കണ പേര് ആഷി എന്നല്ല കേട്ടോ, അത് ഞാൻ മാത്രം വിളിക്കണ പേരാണ്. സമാൻ ഹാഷിം എന്നാണ് ഫുൾ പേര്. അപ്പോൾ അന്ന് ഞാൻ പണ്ട് മുതലേ അങ്ങനെ ഹാഷിം എന്നുള്ളത് ഷോർട്ടാക്കിയിട്ട് ഹാഷി എച്ച് ആണ്, എ അല്ല. അപ്പോൾ ഹാഷി എന്ന് വിളിക്കും. അപ്പോൾ വിളിക്കുമ്പോൾ രണ്ടും ഒരുപോലെ തോന്നുന്നതാണ്. ഒരാൾ ഹാഷിയാണ്, ഒരാൾ ആഷിയാണ്. പിന്നെ ഹാഷി എന്നുള്ളത് അങ്ങനെ ആരും വിളിക്കലില്ല, ഞാൻ മാത്രം വിളിക്കണ ഒരു പേരാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഡൗട്ടൊക്കെ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കണം. കുറച്ച് പേർക്കൊക്കെ കേട്ടോ, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാച്ചേ, ഓരോക്കെ ചോദിക്കലുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് മുന്നൊരു വീഡിയോയിൽ, ഞാൻ അന്നുള്ളൊരു വീഡിയോയിൽ തന്നെ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ 4 പേരുള്ള വീഡിയോയിൽ തന്നെ. പക്ഷെ ആ ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ അത് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ ലോങ് ഡ്രൈവാണ്. അധികം ലോങ് ഇല്ലല്ലേ, ഉണ്ടോ? ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല, കുറച്ചൊക്കെ ദൂരമുണ്ട്. അപ്പം നമുക്ക് അവിടെ എത്തണം. അവിടെ എത്തിയിട്ട് ആ ഗാർഡന്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ലേശേ അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്ത് നമ്മൾ ഫാമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ വിചാരിച്ച അധികം ആളുകളൊന്നും ഉണ്ടാവില്ല എന്ന്. പിന്നെ പൂർണ്ണമായി നല്ല രസമായിരുന്നു കേട്ടോ. കൺട്രി സൈഡിലൂടെ ആയതുകൊണ്ടേ നല്ല ഭംഗിയുള്ള, നമ്മൾ നിൽക്കുന്ന സ്ഥലമൊക്കെ പറഞ്ഞാൽ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഏരിയകളാണ്. അവിടെ നിന്നൊക്കെ നല്ലൊരു മാറ്റം, നല്ല രസമായിരുന്നു കാണാനൊക്കെ. റാബി നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എണീച്ചുണ്ട്. ഇവിടെ അപ്പൻ്റെ തോളിൽ കിടക്കുകയാണ്, വീണ്ടും ഉറങ്ങിക്കൊണ്ടുണ്ട് അല്ലേ. ആ, ഇന്ന് ഉച്ചക്ക് ഉറങ്ങിയിട്ടില്ലായിരുന്നു, അപ്പോൾ അതിൻ്റെ ഉറക്കാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഫാം. ഞങ്ങൾക്ക് അകത്ത് കയറിയിട്ട് അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാല്ലേ. പക്ഷേ കയറി വെക്കാം. അപ്പോൾ അതാ നമ്മൾ ടിക്കറ്റ് എടുത്തുട്ടോ. 15 ദിർഹംസാണ് ഒരാൾക്ക് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കാനും പറ്റും കേട്ടോ. നമ്മൾ ഫുഡൊക്കെ എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഫ്താർ ഇവിടെ കഴിക്കാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാർച്ച് 10 വരെയും കൂടി ഉള്ളൂ. അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ, 2-3 ദിവസം കൂടി അല്ലേ. അപ്പോൾ തീരാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കാഴ്ചകൾ കാണാം. നല്ല അടിപൊളിയാണ് കാണാൻ. ഫ്ലവറൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ സ്ഥലമാണ്. പിന്നെ നമുക്കിതിന് കൂടുതൽ കാഴ്ചകളൊക്കെ കാണാം. ഫാമാണ്, ഒരുപാട് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ മിസ് ചെയ്യാണ്ട് വരാൻ നോക്കുക ഇവിടെ ഉള്ളവരൊക്കെ അല്ലേ. നല്ല അടിപൊളിയാണ്, നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. നല്ല ഇൻസ്റ്റഗ്രാമബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. നല്ലൊരു അടിപൊളി സ്പോട്ടാട്ടോ. കുറച്ച് നേരത്തെ വരണേന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾക്ക്. വലിയ ഏരിയ ഉണ്ട് അല്ലേ? അതെ, നല്ലൊരു ഏരിയ ഉണ്ട്. ഒരുപാട് ഏരിയ മൊത്തം ഈ ഫാമാണ്. പലതരം പൂക്കളുണ്ട് കേട്ടോ. ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല. നമ്മള് പൂന്തോട്ടത്തിൽ ഇരുന്നിട്ട് ഇഫ്താർ നോമ്പ് തുറക്കാനുള്ള പരിപാടികളാണ്. പക്ഷെ ഇതിന്റെ ലൊക്കേഷൻ കറക്റ്റ് എവിടെയാ വരുന്നത്? റാസൽ ഖൈമയാണല്ലേ വരുന്നത്.
റാസൽ കൈമേലുണ്ട്. UA ഫ്ലവർ ഫാം എന്ന് അടിച്ചു കൊടുത്താൽ കിട്ടും. ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അവരെ കോൺടാക്ട് നമ്പറൊക്കെ കിട്ടും. വിളിച്ച് ചോദിച്ചിട്ട് വന്നാൽ മതി. നമ്മളങ്ങനെയാണ് വന്നത്. അപ്പോൾ നീ ബാങ്ക് കൊടുക്കാനാവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കട്ടെ. നോമ്പ് ഇന്ന് പൂന്തോട്ടത്തിലാണ്. ഇവിടെ ഒരാള് തുറക്കല് തുടങ്ങി കഴിച്ചു. ഇവിടെ ഒരാള് തുറക്കല് തുടങ്ങി. അടിപൊളി സ്ഥലമാണ് അല്ലേ? അതെ. ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എന്തൊക്കെയോ പൂക്കളൊക്കെ ഉണ്ട്. ആ റോസ് പൂ നമ്മളെ കോഴിപ്പൂവാണ് കേട്ടോ. അപ്പോൾ നീ തുറന്നു കഴിഞ്ഞിട്ടൊക്കെ കാണാം. അതെ അതെ. പക്ഷെ സമൂസ പുള്ളെടുക്കല്ലേ എനിക്ക് വേണം. ഓൾക്ക് രണ്ടോ ഞാൻ കണക്കാക്കി ചുട്ടതാ. തുറക്കാനൊന്നും ഉണ്ടാവും തോന്നണില്ലേ ഗൈസ്. ഇവിടെ ഓൾറെഡി സ്നാക്സ് ഒക്കെ തീറ്റ തുടങ്ങിയിട്ടുണ്ട്. അല്ലേലും ഞാനും ആശി അടിയാണ് സ്നാക്സിന്. കണക്കാക്കിയിട്ട് എത്ര എണ്ണം. പണ്ട് ഞാനും എൻ്റെ അനിയത്തിമാരായിരുന്നു. ഇപ്പൊ ഞാനും ആശയാണ് അടി കൂട്ടുന്ന സ്നാക്സിന്. ഇന്ന് ഞങ്ങളുടെ എണ്ണം കുറയും തോന്നുന്നുണ്ട്. ഞങ്ങൾ കണക്കാക്കിയിട്ട് ഉണ്ടാക്കുള്ളൂ. കാരണം അധികം എണ്ണക്കടി കഴിക്കണ്ട വെച്ചിട്ട്. ഇന്നിതൊക്കെ ഈ മേടം കഴിച്ച് തീർക്കും തോന്നുന്നുണ്ട്. ബാങ്ക് കൊടുക്കാനാണെങ്കിൽ ഇനി സമയമുണ്ട്. എന്തായാലും നോമ്പൊക്കെ തുറന്നിട്ട് കാണാം. ഇതാണ് പൂന്തോട്ടം. അതെ, പൂന്തോട്ടം വളരെ അടിപൊളിയായിട്ടുള്ള പൂന്തോട്ടം. കുറച്ചൊക്കെ ആൾക്കാരുണ്ട്. നല്ല ആളുണ്ട് ഈ സമയത്താണെങ്കിലും നല്ല ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഇങ്ങനെയാണ് വർക്കിംഗ് ടൈം ഒക്കെ കുറവല്ലേ. അപ്പൊ എല്ലാവരും ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങുന്നുണ്ടാവും. നല്ല ആളൊക്കെ ഉണ്ട്. ഞങ്ങളിത് ആരും ഉണ്ടാവില്ല. അറ്റ്മോസ്ഫിയർ ഈസ് ഗുഡ്. അതെ, അടിപൊളി. നോമ്പ് തുറന്നിട്ട് കാണാം. ബാങ്ക് കൊടുക്കണ്ടേ.